ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉമ്പാട്ടി പോവാന്ന് പറ. നമുക്ക് വീഡിയോ കാണാന്ന് പറ. എല്ലാരും അടുത്ത് വീഡിയോ എല്ലാരും കാണണേന്ന് പറഞ്ഞ. ആരൊക്കെയാ നമ്മൾ പോകുന്ന? അമ്മയും സിംബ. ഹായ്. അപ്പം നമ്മളിന്ന് പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. കുറേ നാളത്തെ ആഗ്രഹമാണ്. കണ്ണനുണ്ണി സിംബയും ജനിച്ചതിന് ശേഷം നമ്മൾ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടിയിലും ആറ്റുകാലും ഒക്കെ പോകാമെന്ന്. പക്ഷേ ഓരോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് പറ്റിയില്ല. പിന്നെ പൊടിപ്പിള്ളേരല്ലേ, അപ്പോൾ പിന്നെ ട്രാവൽ ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. പിന്നെ ട്രെയിനകത്തായിരുന്നു ഞങ്ങൾ പോകാനും ഉദ്ദേശിച്ചത്. എങ്ങനെ ആയിരിക്കും എന്താവും എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഒരു സൺഡേ നോക്കി പോവുകയാണ്. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. എല്ലാവരും പറഞ്ഞ് എന്തിനും ഇത്രയും നേരത്തെ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞങ്ങൾ പോയ ഒരു ബെസ്റ്റ് ടൈമായിരുന്നു അത്. ട്രെയിനകത്തും ആളില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴും നല്ല തിരക്ക് കുറവായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾക്കൊരു ലോക്കോ പൈലറ്റ് ചേട്ടനെ പരിചയപ്പെടാൻ പറ്റി. എനിക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ പിന്നെ പുള്ളിയെ പരിചയപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഒരേ നാട്ടുകാരൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ടിക്കറ്റ് എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ നേരത്ത് പിള്ളേർക്ക് കുറച്ച് ബുക്ക്, മറ്റേ കാർട്ടൂണൊക്കെയുള്ള കുറച്ച് ബുക്ക്, പിന്നെ ഗണപതി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അതിന് തലേ ദിവസം. അപ്പോൾ ആ ഒരു ഉണ്ണിയപ്പമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 2 മണിയായപ്പോൾ പിള്ളേരെ ഉറക്കത്തിൽ നിന്ന് തന്നെ ആയിരുന്നു വിളിച്ചുണർത്തിയത്. പക്ഷേ ഉറങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിള്ളേർ നമ്മളെക്കാട്ടി ആക്റ്റീവായിരുന്നു. എനിക്ക് നെഞ്ചുനോട് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നൊരു 1/2 hour മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. ഞങ്ങൾ കൊല്ലത്ത് കാറിട്ടിട്ട് അവിടെ നിന്ന് ട്രെയിനകത്തായിരുന്നു ട്രിവാൻഡ്രത്ത് വന്നത്. അങ്ങനെ പിള്ളേരൊക്കെ മുണ്ടൊക്കെ ഉടുത്ത് ചിരിക്കാൻ പറഞ്ഞപ്പോൾ സിംബയുടെ അച്ഛനും ചിരിയാണ്. അങ്ങനെ പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഞാനൊരു വീഡിയോ എടുത്തത്. അതിനകത്ത് അമ്പലത്തിനകത്ത് അറിയാതിരിക്കുമല്ലോ എല്ലാവർക്കും, അമ്പലത്തിനകത്ത് നമുക്ക് ഫോണ്, അങ്ങനത്തെ സ്മാർട്ട് വാച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. നല്ല രീതിയിൽ തൊഴാൻ പറ്റി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല ആ ഒരു ടൈമിൽ നല്ല ലൈറ്റ്, ഭയങ്കര ഒരു ഹാപ്പി ഫീലായിരുന്നു. ഒരുപാട് നേരം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂവിൻ്റെ ഇടയ്ക്ക് കണ്ണനുണ്ണി കുറച്ച് അലമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഫ്രണ്ട് കയറ്റി വിട്ടു. പക്ഷെ അമ്മയും അച്ഛനും കയറ്റി വിട്ടില്ല. ഞാനും ചേച്ചിയും പിള്ളേരും സിംബ തട്ടക്കൂടി നടന്നു പോകുന്നതാണ് ഭയങ്കര രസമായിരുന്നു. തൊഴുതിട്ട് ഇനി അങ്ങോട്ട് പോവാ. കുഴിയൊക്കെ നോക്കിയാണ് പോകുന്നത്. ഇനി നമ്മൾ പഴവങ്ങാടിയിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് നടക്കാവുന്നത്ര ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വെച്ച് നടക്കാമെന്ന്. എന്നിട്ട് വല്ലതും കഴിക്കാൻ കയറണം. ഇപ്പോൾ സമയം എത്രയായി അഞ്ചു? യു ഡോണ്ട് നോ. അങ്ങനെ ഞങ്ങളെ കയറ്റി വിട്ട് അങ്ങനെ ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അമ്മയെ മിസ്സിങ് ആയി. അമ്മ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിൽക്കുമായിരുന്നു. പക്ഷെ അമ്മയെ കണ്ടില്ല. പിന്നെ കുറേ നേരം കറങ്ങി പിന്നെ അവസാനം കണ്ടുപിടിച്ച്. പിന്നെ നമ്മൾ പഴവങ്ങാടി പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് തൊഴാൻ പറ്റി, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ആറ്റുകാലേക്ക് പോവുകയാണ്. ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ പിള്ളേർ 2 പേരും നന്നായിട്ട് ഉറങ്ങി. പിന്നെ എല്ലാവരും ചോദിക്കുമായിരിക്കും ചിലപ്പോൾ സാരി ഉടുത്ത് എന്താ പോകാത്തത്. എനിക്ക് സാരി ഉടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിനകത്തൊക്കെ പോവാണ്, പിള്ളേർക്ക് ഫീഡ് ചെയ്യണം. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞങ്ങൾ ഇട്ടിരുന്നത്. പിന്നെ നമ്മൾ പോയ സമയത്ത് എന്തോ പൂജ നടക്കുമായിരുന്നു. അവിടെയും നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ പിള്ളേർ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയും ജസ്റ്റ് വെളിയിൽ നിന്ന് തൊഴുതു. ദേവിയെ കണ്ട് നന്നായിട്ട് തൊഴുതു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെളിയിലിരിക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അമ്മയും അച്ഛനും നന്നായിട്ട് തൊഴുത് അവിടുത്തെ പ്രസാദമൊക്കെ ആയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നെങ്കിലും, അതായത് വെളിയിലിരുന്നെങ്കിലും ഞങ്ങൾക്ക് അവിടുന്ന് തീർത്ഥമൊക്കെ കിട്ടിയായിരുന്നു. ഒരു ചേട്ടൻ തീർത്ഥമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് കുടിക്കുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു കുറച്ച് തരുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും തന്ന്, പിള്ളേർക്കും കുറച്ച് വായിലൊഴിച്ച് കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതായിട്ട് വിശക്കാൻ തുടങ്ങി. ആറ്റുകാൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. എനിക്കൊന്ന് കുറേ കാലമായി ഞാൻ പോയിട്ട്, ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത്. ഇപ്പോൾ തുടങ്ങിയത് വല്ലതും ആയിരിക്കണം മേ ബി. അവിടെ ചെന്ന് ഞങ്ങൾ പൂരിയും നെയ് റോസ്റ്റും ഏതാണ്ടൊക്കെയോ പറഞ്ഞ് പിള്ളേർ 2 പേരും ഉറങ്ങുമായിരുന്നു. പിള്ളേർക്ക് 2 പേർക്കുള്ള ഫുഡ് നമ്മൾ പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് കണ്ട ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനകത്ത് ഒറ്റ മനുഷ്യനില്ലായിരുന്നു. കിടന്നും ഇരുന്നും നടന്നും ഒക്കെ പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാണ്ടെ ഈ മുതലിനെയാണ്. അതെന്താണെന്നറിയത്തില്ല. ഞാനും അച്ഛനും തമ്മി എപ്പോഴും അടിയാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെയെന്ന് വെച്ചാൽ ജീവനാണ്. ഇനി ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.